ഇനി ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലേക്ക് എത്താൻ പോകുന്നത് ആരാണ്? കേരള മാൽക്കം ടീം. ജിനിച്ചേട്ടനോട് കഴിഞ്ഞ തവണ വാക്ക് തന്നിരുന്നതാണെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വാക്ക് തന്നു. എല്ലാവരെയും കൂട്ടിയിട്ട് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഒരു പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കാൻ പോകുന്നത്. ഇത്തവണ റോപ്പ് മാൽക്കം ആണ്. റോപ്പ് മാൽക്കം. അതെ, ഓക്കെ. റോപ്പ് മാൽക്കം കണ്ടിട്ടുണ്ടോ? ഇവിടെ എല്ലാം പുതിയ കാഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും എക്സൈറ്റഡ് ആണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞ സംഭവങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടല്ല കാണുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ഫേസ് ആണ് റിപ്പീറ്റഡ്. അതെ, അവരെന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രഷ് ആണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. ഇനി എന്തിനു താമസിപ്പിക്കുന്നു? അതെ, സ്വാഗതം കേരള മാൽക്കം ടീം. This is Grand Magical Circus powered by Amrita Bindu.
നീ കോമഡി വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. പിന്നെ പുള്ളി ചിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. നമസ്കാരം നമസ്കാരം നമസ്കാരം. എന്താ സംഭവം? എന്താ പെർഫോമൻസ് ഇവിടെ? യമനാ. യമൻ. യമനല്ല, യമനാണ്. യമൻ. എന്താ പെർഫോം ചെയ്യാൻ പോകുന്നേ? പെർഫോം ചെയ്യാൻ പോണോ? ഞാനിങ്ങനെ കഴുത്തേൽ കയറിട്ട് കുരുക്കിയിട്ട് എന്റെ ജീവനം കൊണ്ട് മുകളിലേക്ക് പോകും. അങ്ങനത്തെ ഒരു ഐറ്റം കഴിച്ചു വെക്കട്ടെ. നല്ല രസാ. ചിരിച്ചു 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 ഊപ്പാട് വരും. ചേട്ടങ്ങനെ ശരിക്കും എന്താ ചെയ്യാൻ പോണേ? ശരിക്കും എന്താ ചെയ്യാൻ പോണേ? ഞാൻ ആ മുക്കാലേക്കറിലെ സുരച്ചേട്ടായിനെ അന്വേഷിച്ചു വന്നാ. എന്തിനാ? അതെ പുള്ളീനെ കൊണ്ടുപോകാനുള്ള സമയമായി. പുള്ളീനെ മേലോട്ട് കൊണ്ടുപോകാനുള്ള സമയമായി. എങ്ങോട്ട്? ശരിക്കും ഞാൻ കാലിലാണ്. അയ്യോ, നേനെ തുമ്മാൻ പോണേന് അല്ല ഒന്നുമില്ല. ആശ്ചര്യം കൊണ്ട് മോൻ പറ്റിയതാണോ? അതെ. ആ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല പ്രാവശ്യമായിട്ട് വരിക. ഈ ഡേറ്റിന് കറക്റ്റ് ടൈമിങ്ങിന് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിറ്റേ ആഴ്ച അല്ലെങ്കിൽ പിറ്റേ മാസം വരാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ഇവനെ എന്നെടുക്കാൻ വന്നാലും എന്നെ കണ്ടു ഇവനപ്പം തന്നെ ബീവറേജിന്റെ ക്യൂവിലേക്ക് ഓടിക്കയറും. അയ്യോ, അപ്പൊ എനിക്ക് പിടിക്കാൻ പറ്റില്ല. ക്യൂവിലും കയറി പിടിച്ചാ പോരെ? ആ ക്യൂവിൽ കയറി പിടിക്കാനായിട്ടങ്ങ് ചെല്ല്. കള്ളുകൂടിയന്മാരെ കഴുത്തിന് പിടിച്ചങ്ങ് തത്തിച്ചങ്ങ് വിടും. അല്ല അപ്പൊ കാലനാണെന്ന് പറഞ്ഞ പോരെ? കാലനാന്ന് പറഞ്ഞപ്പോ അമ്മമാരെ പറയുക. കാലനല്ല, ദേവേന്ദ്രനാണെങ്കിലും ക്യൂവിന്റെ ഏറ്റവും ബാക്കി പോയി നിൽക്കാൻ. അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഞാൻ ബാക്കി പോയി നിന്നു. പക്ഷെ ഞാൻ വേറെ സംഭവമുണ്ട്. അവനെ ഞാൻ ഏതെങ്കിലും 1-ാം തീയതി അവനെ ഞാൻ പൊക്കും. ഞാൻ അത് ശരിയാ, 1-ാം തീയതി അവധിയാണല്ലോ. അങ്ങനെ ഞാൻ പൊക്കും 1-ാം തീയതി. ഭയങ്കര ബുദ്ധിമാനാട്ടോ. അത് കുഴപ്പമില്ല. ഞാൻ വേറെ പണി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ മറ്റേ നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്തുള്ള ബീവറേജ് ഒക്കെ വലിയ ഉൾഗ്രാമത്തിലേക്ക് മാറ്റിയതാരാ? ആരാ? എന്റെ അനുഗ്രഹ. ഞാനാ മാറ്റിയത്. വെറുതെ അല്ല തന്നെ കാലാന്ന് വിളിക്കണത്. ആനോ തന്റെ പരിപാടി ഇതല്ലേ? ഉള്ള സ്ഥലത്ത് നിർത്തി മാറ്റി പിന്നെ തന്നെ കാലാന്നല്ലാണ്ട് പിന്നെ വേറെന്താ വിളിക്കുക? അത് പൊക്കം കൂടി ഒരാള് ഹെൽമെറ്റും വെച്ച് നിന്ന് നിങ്ങളായിരുന്നല്ലേ ബീവറേജില്? കുഴപ്പമില്ല, നിങ്ങളുടെ സമയമായിട്ടില്ല. ഞാൻ പിന്നെ വരാം. ഇത്ര രോക്ഷാകുലനായപ്പോഴല്ലേ ഈ പൊക്കമുള്ള ആള് ഏതാന്ന് ഇപ്പോഴും മനസ്സിലായത്. നിങ്ങള് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് തലേല്? ഏത്? ഞാൻ ഇടക്ക് കാണാറുണ്ട് ക്യൂല്. ഞാനാ ഹെൽമെറ്റ് ഒക്കെ വെച്ച് തന്നെ വരാറുണ്ട്. ഈ ഹെൽമെറ്റും വെച്ചാ? ഇത് കിരീടല്ലേ? അല്ല, അത് അവനെ പൊക്കാൻ വേണ്ടിട്ട് വന്നല്ലേ. ഓക്കെ. അപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും 9:30 കഴിഞ്ഞു. 9:30 കഴിഞ്ഞ പിന്നെ ബൈവറേജ് അടയ്ക്കുമല്ലോ. തന്നെയല്ലേ എന്റെ ടൈം കഴിഞ്ഞു. അങ്ങനെ നല്ല സാധനം മേടിക്കാനല്ല സാധനം മേടിക്കാനാണ് ഞാൻ ക്യൂല് നിൽക്കുന്ന പൈസ കൊടുക്കുള്ളൂ. അല്ല, ഈ കൂടെയുള്ള പോത്ത് എവിടെ? തൊട്ടടുത്ത് നിക്കല്ലേ. അല്ല, എന്റെ കൂടെയുള്ള പോത്തല്ല, പ്രഭു അങ്ങയുടെ കൂടെ. എന്റെ കൂടെ ഉള്ള പോത്ത്. അത് ഒന്നും പറഞ്ഞ മോളെ. ഞാൻ മേളീന്ന് വന്നിട്ട് താഴെ ഇറങ്ങി സെക്രട്ടറിന്റെ മുമ്പിൽ എന്ന് ഇറങ്ങിയത്. അപ്പൊ ബീഫ് ഫെസ്റ്റുകാർ വന്നിട്ട് എന്റെ പോത്തിനെ എന്റെ പോത്തിനെ എന്റെ കൺമുന്നിലിട്ട് വെട്ടി അവിടെ വെച്ച് കറി വെച്ച് സഹിക്കാൻ പറ്റുന്നില്ലോ ഈശ്വര. അത്രയും സങ്കടമാണോ? അത്രയും സങ്കടം. പിന്നെ എങ്ങനെ സങ്കടം വരാതിരിക്കും? എന്തിനാ അത്രയും സങ്കടം? നമ്മുടെ മുമ്പിലിട്ട് ക്ലീൻ ചെയ്ത് കറി വെച്ച് കഴിച്ചിട്ട് ഒരു കഷ്ണം വേണോന്ന് പോലും അമ്മ ചോദിച്ചില്ല. സങ്കടം വരും. ലാസ്റ്റ് ഞാൻ ആ ചട്ടിയിലിട്ടെന്ന് വടിക്കാന്ന് പോലും നോക്കി, അതുപോലെ നടന്നില്ല. ഇതൊക്കെ ഓർത്തിട്ട് വെള്ളം വരുക. കണ്ണിക്കൂടെയോ? അല്ല, വായിക്കട. ഈ കിരീടത്തിന് മുനാരത്തിന് ചെറിയ കനം കൂടുതലാണ്. ഈ നെറ്റിയിലൊക്കെ ഇവിടെ എന്തോ ഒരു പാട്. പിന്നെ കണ്ണിന്റെ താഴെ എന്താ ഒരു വീർത്തെന്തോ പോലെ. അതൊരു ഭയങ്കര സമരം നടക്കുമല്ലായിരുന്നു എവിടെ? നരകത്തിലേ. നൂൽപാലത്തേക്കടെ സമരം ഉണ്ടായിരുന്നു. നൂൽപാലം 1 വേ ആക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ കരുതുന്നു ആർക്കാണ് നൂൽപാലം 1 വേ ആക്കണ്ടെന്ന് ചോദിക്കല്ല. ഒരുത്തിന് ഇടിവള ഒറ്റ ഇടി വെച്ചാൽ തിരുമും. ഇവിടെ കരിഞ്ഞു പോയി. കളർ മാറി പിന്നെ അത് അവിടെയും പ്രശ്നമുണ്ടല്ലേ? പിന്നെ അവിടെ പ്രശ്നം ഉണ്ടോന്നോ? പിന്നെ കലേഷ്, നിങ്ങളുടെ മാജിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം നരകത്തിലേക്ക് വന്നൊരു സംഭവം പെർഫോം ചെയ്യണം. ഉറപ്പായിട്ടും പറഞ്ഞാ മതി. അതെ. കണ്ടോ, എന്റെ പെർഫോമൻസ് നരകത്തിൽ വരെ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാ. അതുകൊണ്ടല്ല, പിന്നെ ഈ എണ്ണയിലിട്ട് പൊരിച്ചിട്ടേ നൂൽപ്പാലത്തേക്കടെ നടക്കുമ്പോൾ ഇവര് ചിരിക്കുക. ഈ പുള്ളിയുടെ സർക്കസ് കാണിച്ച അതിലും വലിയൊരു ശിക്ഷ അവർക്ക് കൊടുക്കാനില്ല. എന്നാ കാണിച്ചു വിടണേ? എന്താ കാണിച്ചു? അല്ല, നിങ്ങളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ എന്തിനാ? ഇവിടെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ശശി എന്ന് പറഞ്ഞ ഒരുത്തനല്ലേ, ശശി എന്ന് പറഞ്ഞ ചാവാൻ കിടന്ന് ബഹളം ഉണ്ടാക്കുക. അവന്റെ സമയമായിട്ടില്ലെന്നേ. പിന്നെ പുള്ളി പറഞ്ഞു മനസ്സിലാക്കൂലേ? പറഞ്ഞു മനസ്സിലാക്കണം. അതിന് വേണ്ടിട്ടാ ഞാൻ വന്നേ. പുള്ളിക്കാരൻ മോളിന്ന് ഇങ്ങോട്ട് താഴോട്ട് ചാടുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്നത്. ഒരു ഗ്യാമര എന്ത് കാണിച്ചാലും ട്രെയിനിന്റെ അടിയിൽ കിടന്ന് 2 കഷ്ണമായി പോയാലും അവൻ 2 മനുഷ്യനായി പോകല്ലോ. ആണോ? ഇവൻ പോകില്ല. കാരണം അവന്റെ സമയമായിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ ഒന്ന് ഉപദേശിച്ചിട്ട് വരാം. ഉറപ്പായിട്ട് ഉപദേശിക്കണം. അപ്രത്യക്ഷമാവാൻ പറ്റുന്നില്ല, നടന്നു പോയേക്കാം.